കാലഘട്ടത്തിന്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ അമ്മേനെ കുറിച്ച് ഒരു പക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മകന്റെ വിശ്വാസം കണ്ട് ദൈവത്തിലേക്കും സഭയിലേക്കും തിരിച്ചു വന്ന ഒരു അമ്മയാണ് വിശുദ്ധ കാർലോ അക്യൂട്ടിസിന്റെ അമ്മ. ഇത്തരത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ രണ്ട് മാതാപിതാക്കളുണ്ട്. തങ്ങളുടെ കുഞ്ഞിന്റെ ജന്മം വഴി ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടവർ വേറെ ആരുമല്ല, സക്രിയയും എലിസബത്തുമാണ്. പുരോഹിതനായ സക്രിയ മാലാഖ പ്രത്യക്ഷപ്പെട്ട് മകനുണ്ടാകുമെന്ന് പറയുമ്പോൾ സംശയിക്കുന്നുണ്ട്. അതിനു പകരം അവൻ ഊമനായി മാറുന്നുണ്ട്. എലിസബത്ത് ആകട്ടെ കുഞ്ഞുണ്ടായതിനു ശേഷം കുറച്ച് അല്പം ഭയത്തോടും നാണക്കേടോടും കൂടി തന്നെ കുറച്ചു കാലത്തേക്ക് അവൾ രഹസ്യമായി കഴിയുന്നുണ്ട്. പുരോഹിതനാണെങ്കിലും ഒരു പുരോഹിതന്റെ ഭാര്യയാണെങ്കിലും ഇവർ രണ്ടുപേരും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും കുഞ്ഞുണ്ടാകും എന്ന് പറയുന്നത് ആ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ദമ്പതികൾക്ക് സ്വീകരിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞുണ്ടായതിനു ശേഷം ദൈവത്തിലുള്ള വിശ്വാസം അവർ ഏറ്റുപറയുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ, മാലാഖ പറഞ്ഞ പേര് യോഹന്നാൻ എന്ന് അവളും അവളുടെ ഭർത്താവും ഏറ്റുപറയുന്നുണ്ട്. അവിടെയാണ് ആ രണ്ട് വൃദ്ധ ദമ്പതികളും ദൈവത്തിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. അതിന്റെ അടയാളം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? സക്രിയയുടെ നാവുകൾ സ്വതന്ത്രമാകുന്നുണ്ട്. അവർ രണ്ടുപേരും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ ജന്മം വഴി ദൈവത്തിൽ വിശ്വാസം ആഴപ്പെടുന്ന, ദൈവത്തിലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മാതാപിതാക്കൾ. നമ്മുടെ മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതല്ലേ?